ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈ നോട്ട്ബുക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിസംസിലെ റിപ്രൊഡക്ഷനും ആ റിപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Each and every organism can live only for a certain period. The period from birth to the natural death of an organism represents its lifespan. ഏതൊരു ഓർഗാനിസത്തിനും ഒരു നിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയുള്ളൂ. ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്ത് മുതൽ അതിൻ്റെ നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് നോക്കാം. Horse 60 years, cat 35 to 40 years, wheat 5 months, eagle 90 years, parrot 140 years, crow 15 years, tortoise 100 to 150 years, elephant 65 years. You may note that lifespans of organisms are not necessarily correlated with their sizes. The sizes of crows and parrots are not very different, yet their lifespans show a wide difference. ഇവിടെ നമ്മൾ കുറേ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ ചെക്ക് ചെയ്തു അല്ലേ? പക്ഷേ ആ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാന് സെയിം ആണോ? അല്ല. ഈ എല്ലാ ഡിഫറെൻറ്റ് സൈസിലുമാണ്. അതുപോലെ തന്നെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഓർഗാനിസത്തിൻ്റെ സൈസും അതിൻ്റെ ലൈഫ് സ്പാനും തമ്മിൽ കോറിലേറ്റ് ചെയ്ത് ഇരിക്കുന്നില്ല അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പാരറ്റിൻ്റെയും അതുപോലെ തന്നെ ക്രോയിൻ്റെയും കേസ് എടുക്കുമ്പോൾ അവരുടെ സൈസ് ഏകദേശം സെയിം ആണ്. പക്ഷേ ലൈഫ് സ്പാനോ അതിൽ വൈഡ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് കാണാം അല്ലേ? അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാനും അതുപോലെ തന്നെ അവയുടെ സൈസും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നില്ല. Whatever be the lifespan, death of every individual organism is a certainty. That is, no individual is immortal except single-celled organisms. ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ എന്തും ആയിക്കോട്ടെ, പക്ഷേ എല്ലാ ഓർഗാനിസത്തിനും ഡെത്ത് എന്ന് പറയുന്നത് എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു ഓർഗാനിസവും ഇമ്മോർട്ടൽ ആയിട്ട് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് അവിടെ പറയുന്നുണ്ട്, അതാണ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. ഇവിടെ പറയുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഇമ്മോർട്ടൽ ആണ് അല്ലെങ്കിൽ മരണമില്ലാത്തതാണ്. ഏത് ടൈപ്പ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്? സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. A vast number of plant and animal species have lived on earth for several thousands of years. അപ്പോൾ നമ്മുടെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സായി, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരുപാട് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും സ്പീഷീസ് നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇത്രയും കാലം ഈ എല്ലാ പ്ലാന്റ്സും അല്ലെങ്കിൽ ഈ അനിമൽസൊക്കെ നമ്മുടെ ഭൂമിയിൽ കണ്ടിന്യൂ ആയിട്ട് നിലനിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ അനിമൽസിൻ്റെയും ഒക്കെ സ്പീഷീസ് നിലനിന്ന് പോവാൻ കാരണമായിട്ടുള്ള പ്രോസസ്സാണ് റിപ്രൊഡക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് റിപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. Reproduction is defined as a biological process in which an organism gives rise to young ones similar to itself. റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അവിടെ ഒരു ഓർഗാനിസം അതിൻ്റെ യങ് വൺസിനെ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ റിപ്രൊഡക്ഷനിലൂടെ ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ് ഈ പാരൻറ്റുമായിട്ട് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. Offspring grow, mature and in turn produce new offspring. Thus, there is a cycle of birth, growth and death. ഒരു ഓഫ് സ്പ്രിങ് ഗ്രോ ചെയ്ത് മെച്യൂർ ആയിട്ട് അത് അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സ് ആയിട്ടാണ് നടക്കുന്നത്. ബർത്ത്, ഗ്രോത്ത്, ഡെത്ത് എന്ന് പോലെ അങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. അതായത് ഒരു ഓർഗാനിസം ഒരു പുതിയ ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പുതിയ ഓഫ് സ്പ്രിങ് ഗ്രോ ചെയ്ത് മെച്യൂറായിട്ട് അത് നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു
സൈക്കിള് കണ്ടിന്യൂ ആയിട്ട് പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ എർത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഓരോ ഓർഗാനിസവും കണ്ടിന്യൂ ആയിട്ട് നിലനിന്ന് പോകുന്നത്. Based on the participation of one organism or two in the process of reproduction, it is of two types. അപ്പോൾ എത്ര ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ആണോ അത് രണ്ട് ഓർഗാനിസം ആണോ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് റിപ്രൊഡക്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. ഇവിടെ അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ സിംഗിൾ ഓർഗാനിസം ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ട് ഓർഗാനിസം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. When offspring is produced by a single parent with or without the involvement of gamete formation, the reproduction is asexual. അപ്പോൾ അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിംഗിൾ പാരന്റിൽ നിന്നാണ്. അതുപോലെ തന്നെ അവിടെ ചില അസെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ കേസിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, എന്നാൽ ചില അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള റിപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെക്ഷൽ റിപ്രൊഡക്ഷൻ. When two parents participate in the reproductive process and also involve fusion of male and female gametes, it is called sexual reproduction. അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ടു പാരൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതും ഓപ്പോസിറ്റ് സെക്സിലുള്ള ടു പാരൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ റിപ്രൊഡക്ഷനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, രണ്ട് ടൈപ്പ് പറഞ്ഞു, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ സിംഗിൾ പാരൻ്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, എന്നാൽ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ടു പാരൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. In this method, a single individual is capable of producing offspring. As a result, the offspring that are produced are not only identical to one another but are also exact copies of their parent. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ സിംഗിൾ പാരൻ്റ് ആണ് ഇൻവോൾവ് ആയിട്ടുണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്ന ഓഫ് സ്പ്രിങ്, ഇവിടെ ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്ങുകൾ തമ്മിൽ സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഓഫ് സ്പ്രിങ് അവരുടെ പാരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. അതായത് ഒരു പാരൻറ്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ആവാം. ഇങ്ങനെ ഈ ഒന്നിൽ കൂടുതൽ ഈ ഓഫ് സ്പ്രിങ്ങുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഓഫ് സ്പ്രിങ്സ് എന്തായിരിക്കും? പാരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. Clone is used to describe such morphologically and genetically similar individuals. അപ്പോൾ ക്ലോൺ എന്ന് പറയുന്നത് മോർഫോളജിക്കലിയും അതുപോലെ തന്നെ ജനറ്റിക്കലിയും സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അസെക്ഷൽ റിപ്രൊഡക്ഷനിലൂടെ ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ് അവരുടെ പാരൻറ്റുമായിട്ട് സിമിലർ ആവുന്നു അല്ലേ? അപ്പോൾ അതുപോലെയുള്ള ഓഫ് സ്പ്രിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് ക്ലോൺ. അവയുടെ രൂപവും അതുപോലെ തന്നെ ജനിതകപരമായിട്ടുള്ള സാമ്യത കാണിക്കുന്ന ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോൺ എന്ന് പറയുന്നത്. Asexual reproduction is common among single-celled organisms and in plants and animals with simple organizations. Asexual reproduction common ആയിട്ട് കാണുന്നത് single-celled organismsലാണ്. അതായത് ബാക്ടീരിയ, അമീബ, അതുപോലെ തന്നെ പാരമീസിയം, അങ്ങനെയുള്ള സിംഗിൾ-സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോസസ്സാണ് അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ചില പ്ലാന്റ്സിലും അനിമൽസിലും ഉണ്ട്. അതെങ്ങനെയുള്ള പ്ലാന്റ്സും അനിമൽസും ആണ്? പ്ലാന്റ്സ് ആൻഡ് animals with simple organizations. സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിലും അനിമൽസിലൊക്കെയാണ് ഈ അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമുക്ക് പറയാം. പക്ഷേ ചില പ്ലാന്റ്സും ചില അനിമൽസിലൊക്കെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒന്നും കാണില്ല. അപ്പോൾ അതുപോലെയുള്ള സിമ്പിളായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിലും അനിമൽസിലും ഈ അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ കാണുന്നുണ്ട്.
അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് സിമ്പിൾ ഓർഗനൈസേഷൻസ്. In protists and moneras, the organism or the parent cell divides into two to give rise to new individuals. പ്രോട്ടിസ്റ്റിലും മൊണേറയിലും ഒക്കെ ഓർഗാനിസം അല്ലെങ്കിൽ പാരന്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ന്യൂ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോട്ടിസ്റ്റിന് എക്സാമ്പിൾ ഏതാ വരിക? അമീബ അല്ലേ, അമീബ വരും. അതുപോലെ മൊണേറയ്ക്കോ ബാക്ടീരിയ ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓർഗാനിസം അതിൻ്റെ പാരന്റ് സെല്ല് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടാണ് ന്യൂ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മോഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.